നമസ്കാരം. അപ്പോൾ വീണ, പിണറായി വിജയൻ, SFIO, ED ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭാഷണമാണ്. അതെ. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡിൽ നിന്ന് തുടങ്ങാം. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? എന്തും കഴിക്കും. എന്ത് കഴിക്കുന്നത്? നോൺ വെജ് ആണ് ഇഷ്ടം. നോൺ വെജ് ആണ് ഇഷ്ടം. കൊച്ചിയിൽ വന്നാൽ കൂടുതൽ മീൻ കഴിക്കും, നാട്ടിലാണെങ്കിൽ കൂടുതൽ ഇറച്ചി കഴിക്കും. അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നോൺ വെജ് ഇഷ്ടമല്ല, വെജാണ് ഇഷ്ടം. അത് പുട്ടാണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ രാവിലെ നോൺ വെജിനോട് താല്പര്യമില്ല. ഉച്ചയ്ക്ക് മീൻ വറുത്താണ് ഇഷ്ടം, വൈകുന്നേരം ഇച്ചിരി ഇറച്ചിയാണ് ഇഷ്ടം. വൈകിട്ട് ചോറ് ചപ്പാത്തി? ചോറ് ഒരിക്കലും കഴിക്കില്ല. ഡയറ്റ് ഉണ്ടോ? അങ്ങ് ജീവിതത്തിൽ ഡയറ്റ് ചെയ്തിട്ടില്ല. തോന്നിയിട്ടേ ഇല്ല. എന്തോ ഡയറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടൊന്നുമില്ല? ഇല്ല. എനിക്ക് ഇച്ചിരി കുടവയർ ഇഷ്ടമുള്ള മനസ്സിലായി. ഞാൻ ജിമ്മിൽ പോകും. ഞാൻ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ 4 മുതൽ 5 കിലോമീറ്റർ എല്ലാ ദിവസവും നടക്കും. ആഴ്ച ഒരു 3 ദിവസം ജിമ്മിൽ പോകും, ഒരു ദിവസം ഫുട്ബോൾ കളിക്കും. സൈക്ലിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സൈക്ലിംഗ് ഇല്ല, സമയം കിട്ടുന്നില്ല. മാത്രമല്ല ചില സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് സൈക്ലിംഗ് നിർത്തലാക്കി. ഞാനൊരു സ്പോർട്സ് ഭ്രാന്തനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണത്തിൽ അങ്ങനെ വലിയ നിയന്ത്രണങ്ങൾ ഒന്നുമില്ല, എല്ലാം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. ഇനി എന്തായാലും ചോദിക്കാൻ പോകുന്നത് പഴയൊരു പ്രണയകാലമാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ടൊന്ന് ഓർത്തെടുക്കാൻ പറ്റും. പഴയ പ്രണയം? പഴയല്ല, പ്രണയം. പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പ്രണയം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കൂടെ ഉള്ളത് അങ്ങനെയല്ല, കൃഷ്ണനായിരുന്നു? അല്ല, അങ്ങനെയൊന്നുമില്ല. വെച്ചാല് കുഞ്ഞിലേ മുതൽ ഇങ്ങനെ ഓരോരുത്തർ പ്രേമിക്കും. അത് നല്ല രസമാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ പ്രേമത്തൊക്കെ എല്ലാവരുമായിട്ട് പ്രേമിക്കുന്നതാണ് രസം എന്നെനിക്ക് മനസ്സിലായത്. ശരിക്കും സീരിയസ് ആയിട്ടുള്ള പ്രേമമാണ് ഇപ്പൊ വീട്ടിലിരിക്കുന്നത്, ബാക്കിയെല്ലാം തമാശ പ്രേമങ്ങളാണ്. ഇതൊക്കെ അപ്പൻ അറിയാമായിരുന്നു. എല്ലാവരും എന്നെക്കാൾ എന്റെ ഫ്രണ്ട്സ്, എന്റെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെക്കാൾ അപ്പനുമായിട്ടാണ്. ആണോ? അപ്പോ ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പോഴും പ്രണയം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും പ്രണയം ജീവിതത്തിന്റെ തിരക്കുകൾ നമ്മുടെ മനസ്സിനെ കുറച്ച് കല്ലാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും കുടുംബം എന്ന് പറയുന്ന മറ്റൊരു ഫീലില്ലേ, ഭാര്യ, കുട്ടികൾ, അമ്മ, അപ്പൻ. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര എന്നാ പറയുന്നത്, ഒരു കുഞ്ഞു മനസ്സുള്ള ഒരാളാണ്. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ എല്ലാത്തിലും ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാത്തത്, അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ സമയം അധികം കണ്ടെത്താറില്ല. എങ്കിലും അവരുടെ ഒരു കാര്യങ്ങൾക്ക് ഒരു കുറവുണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രയോജനം. പക്ഷെ എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് എറണാകുളത്ത് പ്രൊഫഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഇതിലെല്ലാം അപ്പുറം കൃഷി എനിക്ക് ഭ്രാന്തുള്ളൊരു കാര്യമാണ്. ഞാൻ നല്ല കർഷകനാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിനു വേണ്ടി നല്ല ഒരു സമയം ഞാൻ ചെലവഴിക്കാറുണ്ട്. പിന്നെ പാർട്ടി കാര്യങ്ങളുണ്ട്, എല്ലാം എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ ഡെയിലി ഷെഡ്യൂൾസ് എല്ലാം ഉണ്ട്. എങ്ങനെയാണെങ്കിലും ആഴ്ച 7 ദിവസവും ഞാൻ ബിസി ആയിട്ടൊരാളാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും കുടുംബത്തെ മറക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പരിഭവം പറയാറുണ്ടോ അതിലെ? ഇല്ല, നേരത്തെ പിന്നെയും പറയുമായിരുന്നു. ഇപ്പം പിന്നെ അത്ര പ്രശ്നമില്ല. പാറു പ്രൊഫഷണലുണ്ട്. അല്ല, പാറു ഇപ്പം അഡ്വക്കേറ്റാണ്, പലരും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അവളും തിരക്കാണ്. അപ്പോൾ എനിക്കൊരു വലിയ ആശ്വാസമാണ്. അവൾക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ഒരു ഓഫീസാണ് പാലയിൽ. അപ്പം അതുകൊണ്ട് വലിയ പരിഭവങ്ങൾ ഇപ്പോഴില്ല. പക്ഷെ ഒരു കാലത്ത് അവൾ സ്ഥിരമായി പറയുമായിരുന്നു, ഒരു നല്ല കാലം ഉണ്ടായിരുന്ന സമയത്ത് മുഴുവൻ ഞാൻ തിരക്കായി പോയി. അപ്പം അതിൻ്റെ കുഴപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളെ പറ്റി അധികം പറഞ്ഞു കേട്ടില്ല. മൂത്തയാള് PC ജോർജ്, എൻ്റെ പേര് PC ജോർജ് തന്നെയാണ്, PC ജോർജ് ജൂനിയർ. അവന് 13 വയസ്സ്, 8ാം ക്ലാസ്സിൽ മോൺഫോർട്ടിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ അമ്മുവിന് ആരാധന അന്നഷോൺ എന്നാണ് പേര്. അവൾ കാഞ്ഞിരപ്പള്ളിയിൽ ഗാർഡൻ സ്കൂളിൽ പഠിക്കുന്നു. 2 പേരാണ്. അവൾക്ക് 8 വയസ്സ്, 3ാം ക്ലാസ്സിലോട്ട്. ഇതാണ് കുടുംബം. അനിയൻ ഒരാളുണ്ട്, അവനെക്കുറിച്ച് ആർക്കും അറിയാൻ മേലാത്ത ഒരാളാണ്. അങ്ങനെ ഒരാളുണ്ട്, ഷെയ്ൻ എന്നാണ് പേര്. ഇപ്പം MBBS കഴിഞ്ഞു, ഔസറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമില്ല ആൾക്ക്? അല്ല, ഞങ്ങളെ ആരെയും പപ്പ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് പപ്പ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ വളർന്നു, കൂടുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ സജീവമായി, ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ അതിൻ്റെ ഭാഗമായി അങ്ങനെ രാഷ്ട്രീയത്തിലെത്തിയ ആളാണ്. അല്ലാതെ ഒരിക്കലും ഇന്ന് ഈ നിമിഷം വരെ നീ ഇന്നത് ചെയ്യണം, അല്ല ഇന്ന തീരുമാനം രാഷ്ട്രീയത്തിൽ കൈക്കൊള്ളണമെന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടില്ല, പറയാറുമില്ല, ഒരിക്കലും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, അവനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അവന് പഠിച്ച് ആ ഒരു ലെവലിൽ പോയി അവന് എപ്പോഴാണ്, പക്ഷെ അവനും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ്. ഞാൻ അവനോട് വിദേശത്ത് പോകാൻ പറയുമ്പോൾ ഇല്ല, നാട്ടിൽ നിൽക്കണം,
നാട്ടിൽ ജനങ്ങളെ സേവിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അതെനിക്ക് വലിയ സന്തോഷമുണ്ടായ കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരും പറയാത്തൊരു കാര്യം അവൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അവൻ MBBS പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞു നീ പുറത്തു വല്ലതും പോകുന്നുണ്ടോ എന്നാ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നാട്ടിൽ വിട്ടിട്ടുള്ള കളിയില്ല. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഫിലിംസ് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. കാണാറുണ്ടോ? ഇപ്പോൾ കാണാൻ സമയമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു കള്ളത്തരതാണ്. ഞാൻ വീട്ടിൽ വീണ് കൊടുക്കുന്ന സമയം ഓടിപ്പോയിട്ട് 9 മണിയാകുമ്പം ഇറങ്ങിക്കാൻ പറയും, എന്നിട്ട് ഇവരെ കൂടെ സിനിമയ്ക്ക് പോകും. അപ്പോൾ വീട്ടുകാരുടെ കൂടെ ഞാൻ ആ സിനിമ സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് വരും. പിന്നെ എനിക്ക് അത്യാവശ്യം ചിരിക്കുന്ന പടങ്ങളാണ് ഇഷ്ടം. എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഞാൻ കിടക്കാൻ തുടങ്ങും, അവർ സിനിമ കണ്ടോളും. പിന്നെ ആ പോകുമ്പോൾ ഞങ്ങൾ 2-3 മണിക്കൂർ ഒരുമിച്ച് പോകും. പിന്നെ ആ പോകുന്ന വഴിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ കയറും. അപ്പം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സമയം കൂടെയാണ് ഈ സിനിമ ഇടപാട്. അതുകൊണ്ട് ആഴ്ചയിൽ മിക്കവാറും ഒന്നെങ്കിലും ഇങ്ങനെ സിനിമ. അറിയാലോ, എൻ്റെ വൈഫ് ഒരു സിനിമ കുടുംബമാണ്. അപ്പം അതിൻ്റെതായ അവളും എല്ലാ സിനിമയും കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പം അത് ഞാൻ നിഷേധിക്കാറില്ല. ഏറ്റവും അടുത്ത് കണ്ട സിനിമ മമ്മൂക്കയുടെ ഒരു പടം ടർബോ. ആരുടെ ഫാനാ? ഞാൻ ശരിക്കും ലാലേട്ടൻ ഫാനാണ് ഞാൻ. പക്ഷെ എനിക്ക് മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എനിക്ക് അങ്ങനെ അന്ധമായ ആരാധനയൊന്നും ആരോടുമില്ല. എനിക്ക് എല്ലാ നടന്മാരെയും അവരുടെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് ഇഷ്ടമാണ്. ഈ സിനിമാ നടന്മാരെ ആരാധിക്കുന്ന ഒരു പ്രവണതയുള്ള ആളല്ല ഞാൻ. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ മുതൽ ലാലേട്ടൻ ഫാനാണ്. എങ്ങനെയാണ് വീട്ടിലുള്ളപ്പോൾ ആരുടെ പാചകമാണ് പ്രിഫർ ചെയ്യുക? അമ്മ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം, ഭാര്യ? ലോകത്ത് ആരെങ്കിലും അതിന് ഉത്തരം പറയുമോ? സാമാന്യ ബോധവെള്ളം പറയുന്ന ഉത്തരവാണോ അത്? അമ്മയുടെ ആണെന്ന് പറഞ്ഞാൽ അവിടെ കൊലവാൻ നടക്കും, ഭാര്യയുടെ ആണെന്ന് പറഞ്ഞാൽ കൊലവാൻ നടക്കും. രണ്ടുപേരും ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക്. അപ്പോൾ അതിനുത്തരം ഉണ്ട് കേട്ടോ. ഇപ്പം നോൺ വെജ് കാര്യങ്ങളൊക്കെ അമ്മ ആണ് കൂടുതൽ, പ്രത്യേകിച്ച് ഇറച്ചിയുടെ ചിക്കൻ മറ്റു മീറ്റുകളൊക്കെ അമ്മയുടെ പാചകമാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഫിഷ് കറി ഏറ്റവും സൂപ്പർ എൻ്റെ ഭാര്യയുടെയാണ്. കാരണം അത് ഈ തേങ്ങ അരച്ച മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവളുണ്ടാക്കുന്നത് എനിക്കിഷ്ടം. ഞങ്ങളുടെ നാട്ടിലെ മീൻകറി എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റൈലാണ്. അപ്പോൾ ഓരോ നാടിനോരോ പ്രത്യേകത ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ കിഴക്കന്മാരെന്ന് പറയുന്നത്. ഞങ്ങളുടെ അവിടെ ഇറച്ചിയാണ് കൂടുതൽ പ്രിയം. അത് അമ്മ എക്സ്പേർട്ടാണ്. മീൻ ഒക്കെ കാര്യങ്ങളിൽ പാറുവാണ്. പിന്നെ എനിക്ക് രാവിലെ എൻ്റെ ആവശ്യത്തിനുള്ള ഞാൻ തന്നെ ഫുഡല്ല കേട്ടോ, ഫുഡ് എനിക്ക് അപ്പോൾ ഓംലെറ്റ് മാത്രം ഉണ്ടാക്കാറുള്ളൂ. രാവിലെ കട്ടൻ കാപ്പി ഞാൻ തന്നെ ഇടും. രാവിലെ എൻ്റെ ഒരു പാലും കാപ്പി ഉണ്ട്, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയാലും എനിക്ക് ശരിയാവുള്ളൂ. അത് രണ്ടും ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും നന്ദി, ഇത്രയും സമയത്തിന്റെ ഇടയിൽ ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചതിന്. ശരി സർ.